Hi friends, welcome back to Aadis Galaxy. ഇന്നൊരു ഗ്ലാസ് ബൗളിലാണ് കേട്ടോ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു ബൗളാണിത്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് 3D കോൺ ഔട്ട്ലൈനറാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് 3D കോൺ ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് ബൗളിൻ്റെ താഴ്ഭാഗത്ത് അടിഭാഗത്ത് കുറച്ച് ഡിസൈൻസ് വരച്ചിടുന്നുണ്ട്. ഇതുപോലെ കുറച്ച് ഡിസൈൻ വരയ്ക്കുന്നുണ്ട്. ബൗളിൻ്റെ അടിഭാഗത്താണ് കേട്ടോ, താഴ്ഭാഗത്താണ് ഇത് ചെയ്യുന്നത്. ഇതിൽ കാണുമ്പം ഇതിനുള്ളിലാണോ വർക്ക് ചെയ്യുന്നത് തോന്നിപ്പോവും, പക്ഷേ അത് കമഴ്ത്തി വെച്ചിട്ട് ആണ് ഇങ്ങനെ ഡിസൈൻ കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ ഡിസൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ഈ ബൗള് ഫുള്ളായിട്ട് ഇതുപോലെ കുറച്ച് ഡിസൈൻസാണ് കൊടുത്തിടുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ, കൂടുതൽ പണിയൊന്നുമില്ല. ഇതുപോലെ ഔട്ട്ലൈനർ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡിസൈൻ വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ കൈ തട്ടിയിട്ട് അത് സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ നോക്കണം കേട്ടോ. അതിന് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വെക്കുക, എന്നിട്ട് നെക്സ്റ്റ് ഭാഗം ചെയ്യുക. ഇപ്പോൾ ബൗളിൽ ഫുള്ളായിട്ട് ഡിസൈൻസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കണം. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഗ്ലാസ് പെയിൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിൽ ആകെ 3 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീന്, യെല്ലോ, പിന്നെ റെഡ്, ഇതാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ആ ഡിസൈൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കൊടുത്തിടണം. ഗ്ലാസ് പെയിൻറ് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് ഭാഗം ചെയ്തിട്ട് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നെക്സ്റ്റ് ഭാഗം ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആ ബൗളൊന്ന് ചെരിച്ച് വെക്കുമ്പം അത് സ്പ്രെഡ് ആവും, നെക്സ്റ്റ് ഭാഗത്തേക്ക് അത് സ്പ്രെഡായി പോവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗം ഡ്രൈ ആയതിന് ശേഷം നെക്സ്റ്റ് ഭാഗം ചെയ്യുക. ഞാനിവിടെ 2 കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു ലെയർ കൊടുത്തപ്പോൾ അത് തീരെ കളറില്ലാതെ തോന്നി. അപ്പോൾ ഞാനത് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഗ്രീൻ ആയിട്ടാണ് തോന്നിയത്. ഇനി നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഗോൾഡൻ യെല്ലോ യൂസ് ചെയ്തൊരു ലെയർ, പിന്നീട് റെഡും ഗോൾഡൻ യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു ലെയറിൽ കൊടുത്തത്. ഇനി മുകളിലേക്ക് ഫുള്ളായിട്ട് റെഡാണ് കൊടുക്കുന്നത് കേട്ടോ. ഗ്ലാസ് പെയിൻറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ചെയ്യുമ്പോൾ ചെറിയ ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരു പിന്ന് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇപ്പോൾ പെയിൻ്റെല്ലാം അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ ഔട്ട്ലൈനർ വെച്ചിട്ട് കുറച്ച് ഡിസൈൻസും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വർക്ക്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.